സോ അടുത്ത പെർഫോമൻസ് ഇനി നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പെർഫോമൻസ് ആണ്. നമ്മുടെ കെയോയുടെ ഓണം സെലിബ്രേഷൻ ഒരിക്കലും ഈ ഒരു പരിപാടി ഇല്ലാതെ പൂർണ്ണമാവുന്നില്ല. എനി ഗസ്സസ്? There you go. ഏവോൺ കലാസമിതി അവതരിപ്പിക്കുന്ന പ്രൊഡ്യൂസറുടെ പ്രതികാരം. സോ അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു ബാക്ക് സ്റ്റോറി പറയാം. എല്ലാ വർഷവും ഏവോൺ കലാസമിതിയുടെ സ്കിറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു റോൾ ചെന്ന് ചോദിക്കും, എന്തെങ്കിലും ഒരു റോൾ തരും. ഇതുവരെ എല്ലാ പ്രാവശ്യം എന്നോട് പറയും, മേഘയ്ക്ക് പറ്റിയ റോളൊന്നുമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. ഈ പ്രാവശ്യം ഞാൻ ചോദിച്ചു, പക്ഷേ ഇപ്പോഴും എന്നോട് പറഞ്ഞു, ഓ മേഘയ്ക്ക് പറ്റിയ റോളൊന്നും ഇതിനകത്തില്ല. ഇപ്പം ഞാൻ കേട്ടത് നമ്മുടെ ഏവോണിലുള്ള എല്ലാവരും ഓഡിഷൻ ചെയ്തിട്ടും അവർക്ക് നായികയെ പുറത്തുനിന്ന് ഇറക്കേണ്ടി വന്നു എന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഇവരുടെ നാടകം കാണാൻ ഞാനും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. സോ സഹൃദയരെ എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഏവോൺ കലാസമിതി അവതരിപ്പിക്കുന്ന അവരുടെ നാടകം ഒരു പ്രൊഡ്യൂസറുടെ പ്രതികാരം. സാറേ, ഓ എന്നാ സാറേ ഇത്രയും വൃത്തിയോട്ടൊരു ലൊക്കേഷൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണ്, പ്രൊഡ്യൂസറിന് ഒരേ നിർബന്ധം ഇവിടെ ഷൂട്ട് ചെയ്താൽ മതിയെന്ന്. അതാണെങ്കിൽ സിനിമയെ കുറിച്ചോ സീരിയലിനെ കുറിച്ചോ യാതൊരു ബോധമില്ലാത്ത പ്രൊഡ്യൂസറാണ്. ഞാൻ പിന്നെ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. കാരണം ഈ വീടില്ലേ സ്വന്തം വീടാ, പുള്ളി അത് പണയം വെച്ച് കാശുണ്ടാക്കിയാണ് നമ്മുടെ ഈ സീരിയലിന് വേണ്ടി ഇപ്പം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് കഥ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സീരിയലിൽ പോലെ ഒരു പൈലറ്റ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസർ വരും. എന്തായി കാര്യങ്ങളൊക്കെ? സൂപ്പർ ആയിരിക്കും സാറേ. സാറിപ്പോ എവിടെ പോയതാ? ഞാൻ നമ്മുടെ പുതിയ സീരിയൽ നമ്മൾ തുടങ്ങിയല്ലേ ഇന്ന്. ഐശ്വര്യമായിട്ട് ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അത് ഒരു 101 ശയന പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. 101 ശയന പ്രദക്ഷിണം? അതിനിപ്പോ സാറ് പോയിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. ആയില്ല. ഞാൻ അവിടെ ചെന്ന് 2 റൗണ്ട് ഉരുണ്ടപ്പോഴത്തേക്ക് എന്റെ തല കറങ്ങി ഛർദ്ദിക്കാൻ വന്നു. പിന്നെ ഞാൻ ഒരു 1000 രൂപ കൊടുത്തൊരു ബംഗാളിയെ ആ പണി ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അവനിപ്പം അറഞ്ചം പുറഞ്ചം ഉരുണ്ടോണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാണ്. നമ്മുടെ നായനും നായകക്ക് എത്തി, അവര് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്യാമറാമാൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് തുടങ്ങും. പുഷ്പരാജ് എന്നോട് പറ. തനിക്ക് കാശ് തരുന്ന ഇവിടെ പുഷ്പ സീൻ അനുഭവിക്കാനല്ല. എന്താ സാറേ ഇത്? പിന്നെ ലൊക്കേഷൻ കാണാൻ പോയതാ. ലൊക്കേഷനോ? അപ്പൊ ചാണാനായിട്ട് പശു അതിനകത്ത് മൊത്തം ചവിട്ടി തേച്ചെന്നേ, കാലൊന്നും പോകുന്നില്ല. ഇത് പശയാണ് ഈ പശു തിന്നുന്നത്. ഉമ്മാവല്ലേ, ഇവിടുന്ന് പോയപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ ഓർക്കുകയും ചെയ്തു എന്നാ പറ്റിയെന്ന്. ഞാൻ കുറെ സ്ഥലങ്ങൾ ഞാൻ സാറിനെ കൊണ്ട് കാണിച്ചു. മനോഹരമായ സ്ഥലങ്ങൾ കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു അതുപോലെ ഇവിടെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴേ അറിയാം സാറിന്റെ മനസ്സിൽ എന്തോ പ്ലാനിങ് ഉണ്ട്. എന്താണ് സത്യം? അത് പറ. സത്യം പറയാലോ, എന്റെ മനസ്സിലൊരു ഒരു പകയാണ്. അതിന്റെ പിന്നിൽ നിന്നാണ് ഈ ചേതോ വികാരം, ഈ സീരിയലൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അതായത് ഈ അപ്പുറത്തെ വീട് കണ്ടില്ലേ? ഈ വീട് കണ്ട അവിടെ ഒരാള് വന്നു നോക്കി. ഈ ആളുമായിട്ട് ഞാൻ മുടിഞ്ഞ പ്രേമമായിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ പ്രേമമായിരുന്നു. ഇയാളുമായിട്ട് കട്ടപ്രണയമായിരുന്നു. കട്ടപ്രണയം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കട്ട മീശയാണല്ലോ അതിനകത്ത്. കട്ട മീശ എവിടെ? അവനല്ല, അവന്റെ പെങ്ങള്. അവന്റെ ഒരാളതിനകത്തുണ്ടോ? ഉണ്ട്. അവന്റെ പെങ്ങളുമായിട്ട് ഞാൻ കടുത്ത പ്രണയമായിരുന്നു. ഇത് തന്നെ ആള്. ഇവൾ എന്നോട് കാണിച്ചെന്താന്നറിയോ? ഒരു സീരിയൽ നടന്റെ ആലോചന വന്നപ്പം ഇവൾ എന്നെ തേച്ചു. അവക്ക് സീരിയൽ നടനെ മതിയെന്ന്. ഇടോ, ഈ പ്രണയം കെട്ടിപ്പൊക്കിയതും ഫൗണ്ടേഷൻ ഇട്ടത് ഞാനാണ്. അതിന്റെ ചുമര് കെട്ടിപ്പൊക്കി ഈ പ്രണയം അത്രയും ഉയരത്തിലെത്തിച്ചത് ഞാനാണ്. അവസാനം തേക്കാൻ എന്നെ അവൾ തേച്ചു. ഇപ്പോൾ സീരിയൽ നടനെ മതി. അതിനാണ് ഞാൻ ഇവിടെ സീരിയൽ പിടിച്ചിട്ട് ആ മാട്ട നടനേക്കാൾ വലിയ നടനായിട്ട് എനിക്ക് അവളെ മുമ്പിൽ സൈൻ ചെയ്തിട്ട് ഞാൻ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ എനിക്ക് കെട്ടണം. തന്നെ ഞാൻ എപ്പോഴാണോ തേച്ചത്? തന്നെ ഞാൻ എപ്പോഴാ പ്രേമിച്ചത്? പ്രേമിച്ചില്ല അല്ലേ? താൻ ഈ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നുണ്ടല്ലേ ഞാൻ തന്നെ തേച്ച്, ഞാൻ തന്നെ പ്രേമിച്ചെന്ന്. ഞാൻ എപ്പോഴാ പ്രേമിച്ചത്? പ്രേമിച്ചില്ല. എന്റെ അമ്മാവനാവാൻ പ്രായമുണ്ടല്ലോ, നാണല്ലോ തനിക്ക്.
ഇവിടെ അമ്മാവനേക്കാളെ 5 വയസ്സിന് ഇളയതാണ് ഞാൻ. ആ ചുമ്മാ കള്ളത്തരം പറയാണ്. എല്ലാരോടും ഇത് തന്നെ ഇയാള് പറഞ്ഞു നടക്കുന്നത്, ഞാൻ പ്രേമിച്ചെന്ന്. ഞാൻ കാണിച്ചു തരാടി, ഞാൻ കാണിച്ചു തരാം. എന്താണ് സെറ്റപ്പ് എന്താണ് ഇവിടെ നമ്മളെ ഒരു സീരിയൽ ചെയ്യാൻ പോകണം. അവനോടൊന്നും പറയാൻ നിൽക്കണ്ട. പുള്ളിയച്ചാണോ ഇതിനകത്തുണ്ട്. നന്നായിരിക്കും. നീ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട്. അതെ അതെ ഹലോ, ഞങ്ങളെ സീരിയലിൽ അങ്ങനെ നിങ്ങൾ കളിയാക്കി പറയാൻ വേണ്ട. അരെ ഞങ്ങൾ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളും വളരെ ജനത്തിന് അറിയാന്നുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതിനകത്തുള്ള നായിക കണ്ടില്ലല്ലോ? ഇല്ല. നീതു മേഡം അവിടെ ഇരിപ്പുണ്ട്. മേഡം നമസ്കാരം. നമസ്കാരം. ഞാനാണ് പ്രൊഡ്യൂസർ. എന്റെ പേര് മുരളി. കുറച്ചും കൂടെ നല്ലത് ഉരുളി എന്ന് പറയുന്നതാണ്. നീ എന്റെ പങ്കാളി എന്നെ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ. എന്റെ ദൈവമേ, ഞങ്ങൾ നിങ്ങളെല്ലാം എന്നെയല്ല ഉദ്ദേശിച്ചത്. സാറത് ഇവിടെ നമുക്ക് സമയം പോകുന്നു. നമ്മുടെ കാര്യങ്ങൾ നടത്തണം. നമുക്ക് നമ്മുടെ ഷൂട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഫ്രെയിം എടുക്കാം. അപ്പൊ ഇനിയിപ്പോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കൂടെ കോ ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിയെ കൂടെ നമുക്ക് കാണാം. സാറേ സാർ പ്ലീസ് വരണം സാർ. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ബെഞ്ചമിൻ ബ്രൂണോ. ബെഞ്ചിൽ കൂണോ? ബെഞ്ച് കൂണല്ല, ബെഞ്ചമിൻ ബ്രൂണോ. ബ്രൂണോ. ഓ, നല്ല പേര്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര മനോഹരമായ ഒരു പേര് കേൾക്കുകയാണ്. താങ്ക് യു. ഓ, നന്നായിട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ അന്യായമായിട്ട് ചെയ്യുന്ന പലരും പറയുന്നത്. അന്യായമായിട്ട് ചെയ്യണ്ട, ന്യായമായിട്ട് ചെയ്താൽ ന്യായമായി കൂലി തരും. അല്ല, എനിക്ക് ബോർഡ് കാണണം. ബോർഡ് കാണണം. എന്ത് ബോർഡ്? മറ്റേ ബോർഡില്ലേ നമ്മള് അഭിനയിക്കണമെങ്കിൽ അത് നോക്കി വേണ്ട ചെയ്യാൻ ഒരു ബോർഡ്. അഭിനയിക്കുന്ന ബോർഡ് ബോർഡാണ്. സ്റ്റോറി ബോർഡാണോ? ഞാൻ പ്രൊഡ്യൂസറാണ്. അയ്യോ, ഞാനും അറിയാതെ ആവേശം കയറി. ആവേശോ? സാർ എല്ലാം എന്റെ കയ്യിലുണ്ട്. സാറിന്റെ കഥാപാത്രം ഞാൻ പഠിപ്പിച്ചെന്നല്ലോ. അത് സാർ അനുസരിച്ചെങ്കിൽ വന്നാൽ മതി. ഞാൻ മുതലാളി. ആ ഓക്കെ. അപ്പൊ ഫീൽഡ് ക്ലിയർ ആണ്. അതായത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഫീൽഡ് നിൽക്കരുത് കേട്ടോ. എവിടെ മാറി നിൽക്കണം. എന്റെ മുമ്പിലാ നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടിനവിടെ നമ്മള് ക്യാമറ തിരിച്ചു വെച്ചു. സാറേ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ. വേലക്കാരൻ, മുതലാളി, പെൺകുട്ടി അവർ തമ്മിലുള്ള സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കൊള്ളാം. സാറിന് ഏറ്റവും അനുയോജ്യമായ കിടുക്കാൻ പറ്റിയ ഒരു വേഷം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് വേഷം? വേലക്കാരൻ. സാർ തകർക്കും. വേലക്കാരൻ പിച്ചക്കാരൻ. കണ്ടോ, താൻ എന്തൊരു മറുകോടനാണോ? തന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന്. അതെ. അപ്പൊ എനിക്കാണോ വേലക്കാരന്റെ വേഷം? സാർ അത് നല്ല വേഷമാണ് സാർ. എന്ത് വേഷം? വേലക്കാരന്റെ ഉഗ്രനായ വേഷമാണ് സാർ. അതൊന്നും പറ്റില്ല. സാർ അത് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മോഹൻലാലിന്റെ വേഷം ഞാൻ നമ്മുടെ ബെഞ്ചമിൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നന്നായിരിക്കും. ബെഞ്ചമിൻ സാർ, സാർ ആ ഡ്രസ്സ് ഒന്ന് വരും നോക്കട്ടെ. കണ്ടോ എന്ത് മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒപ്പി എടുത്തോളാൻ വയ്യ. ഇതാണ് മുതലാളിയുടെ വേഷം. ഇത് കൊരങ്ങൻ കോട്ടുമായിട്ട് പോലെ ഉണ്ടല്ലോ. അയ്യോ, വൃത്തികേടാണ്. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലോ മുതലാളിയുടെ വേഷം ഞാൻ ചെയ്യാമെന്ന്. ഞാനില്ല എന്റെ പ്രൊഡ്യൂസറെ. സാർ നല്ല വേഷം എന്ന് പറഞ്ഞ വേലക്കാരന്റെ പറ്റില്ല. അല്ല സാർ പ്ലീസ് സാർ, ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. വേലക്കാരനാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രം. അതുകൊണ്ടാണ് മെയിൻ കഥാപാത്രം ഞാനായിരിക്കണം. കാശ് മുടക്കുന്നത്. അല്ല, അത് സാർ പറഞ്ഞൊരു കാര്യമുണ്ടോ? സാറ് കാശ് മുടക്കുന്നെങ്കിൽ സാറിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ മോഹൻലാലിന്റെ വേഷം സാർ ചെയ്യട്ടെ. ഞാൻ ചെയ്യാം. നായകന്റെ വേഷം ഞാൻ ചെയ്യും. മോഹൻലാൽ സാറേ ഒന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം. അപ്പൊ നമ്മളെ ഇപ്പൊ മുതലാളിയുടെ വേഷം ഒന്ന് ചേഞ്ച് ചെയ്യണം. സാറ് വേലക്കാരന്റെ വേഷം. ഓ, സന്തോഷമുള്ളൂ. ഓക്കെ സാർ. പെട്ടെന്ന് ക്യാമറ വേലക്കാരൻ സാറിന് അത് കൊടുത്തു. ഓക്കെ, ഇത് ഞാൻ ചെയ്യല്ലേ? സാറ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ നായികയായിട്ടുള്ള പെൺകുട്ടി നടന്നു പോകുന്നു. അതിനുശേഷം നിങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നായിക വിളിക്കാലോ? നായിക വിളിക്കും. അപ്പൊ കുട്ടി വരൂ. കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണം. ആ സമയത്ത് ഇദ്ദേഹം വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഡയലോഗ് പറഞ്ഞുതരാം. അത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ സാറിനുള്ള ഡയലോഗ് ഞാൻ പ്രോമിറ്റ് ചെയ്ത് തരാം. അത് സാർ അതനുസരിച്ചുള്ള പറഞ്ഞാൽ മതി കേട്ടോ. ശരി, എടുക്കാം. ഓക്കെ ശരി സാർ. ശരി, വന്നോളൂ. കുട്ടി നടന്നു വന്നോളൂ. പെൺകുട്ടി അടുത്തെത്തി കഴിയുമ്പോൾ മുതലാളി സുനപേടകത്തിൽ തടവിക്കൊണ്ട് നിൽക്കുന്നു. മുതലാളി സുനപേടകത്തിൽ തടവിക്കൊണ്ട് നിൽക്കുന്നു. നിക്ക് സാർ. ഹലോ സാറേ നിക്ക്. ഒരു പെങ്കൊച്ചു നിൽക്കുമ്പോ താൻ എന്തൊരു വൃത്തിയോടെ പറയുന്നു? അല്ലെ, സുനപേടകത്തിൽ എന്താ കുഴപ്പം? വൃത്തിയോടെ പറയുള്ളൂ. എല്ലാരും ചെയ്യുന്നല്ലേ എന്ത് സുനപേടകത്തിൽ തടവുന്ന? സാറേ സാർ നിനക്കാണ്. എനിക്കിതൊന്നും പറ്റില്ല കേട്ടോ. എനിക്കിതൊന്നും സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അത്ര വൃത്തികെട്ടോടൊന്നും അല്ല. സാറേ ധൈര്യം എടുത്തോളാം, ഞാൻ ക്ലോസ് എടുക്കാം. ക്ലോസ് എടുത്ത് വെക്കാനോ? എന്തിന്? അല്ല, ഇത് സാറിന് സത്യത്തിൽ സംഭവം മനസ്സിലായില്ല. അതാണ് സാറ് തൊണ്ട വേദനയാണ്. സാർ ഇങ്ങനെ ഇങ്ങനെ തടവിക്കൊണ്ട് നിൽക്കുകയാണ് സുനപേടകം. ഇതാണ് സുനപേടകം. തൊണ്ടവേദന? അപ്പൊ സ്വനപേടകം ഇവിടെ നമ്മുടെ ഈ തൊണ്ട ഈ ഭാഗം ഇവിടെ. അതിന് തൊണ്ടവേദന എന്നങ്ങ് പറഞ്ഞാ പോരെ?
അല്ല ഞാൻ ഇച്ചിരി പരിഷ്കരിച്ച് ഒരു കുറച്ച് മോഡേൺ ആക്കി മലയാളി സാഹിത്യ ഭാഷയിൽ എന്ന് പറഞ്ഞാണ് സാറ് ആ, അതൊക്കെ അറിയണമെങ്കിൽ സ്കൂളിൽ പോണം. പോലീസിനെ വിളിക്കും ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തുക. നമുക്ക് സീൻ എടുക്കാം സാർ പ്ലീസ് സാർ പ്ലീസ് സമയം പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ സാർ സ്വന്തമേടകത്തിൽ തലയിൽ നിൽക്കുന്നു കുട്ടി കടന്നു വരുന്നു അതാണ് ശരി ഓക്കെ സാർ അപ്പൊ കുട്ടിയുടെ മുഖത്ത് ഒരു വിഷമമുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് മുതലാളി ചോദിക്കുന്നു എന്താ മുഖത്ത് ഒരു വിഷമം? ചെറിയൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. അത് സ്വരപീഠത്തിൽ തടവിപ്പോൾ അതങ്ങ് മാറി. എന്താണ് കുട്ടിയുടെ മുഖത്തൊരു മ്ലാനത? ഛേ, അതൊന്നും ശരിയാവത്തില്ലടോ. അത് മാത്രമല്ല, താൻ ഇങ്ങനെ മലയാളം ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ ഇങ്ങനെ ഷൈൻ ചെയ്യും. സാർ മലയാളമേ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല സാർ. ഛേ, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം, എന്നെ പഠിപ്പിക്കണ്ട. ഇപ്പോഴത്തെ സിനിമയിൽ പോലും ഇംഗ്ലീഷാണ് കൂടുതലും. അതെ. അപ്പൊ നമുക്ക് പഞ്ച് ഡയലോഗ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡയലോഗുകൾ വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം സാർ. അപ്പൊ അടുത്ത ഡയലോഗിനെ ഞാൻ അത് ഇംഗ്ലീഷ് ഒന്ന് ആക്കി തരാം. അങ്ങനെ ആക്കൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മളെ വിഷമത്തിന്റെ കാര്യം ചോദിക്കാൻ പോയാണ്. അപ്പൊ വിഷമത്തിലാണ് ചോദിക്കേണ്ടത്. ഞാൻ പറയുന്ന ഡയലോഗ് സാർ പറയണം. അപ്പൊ ഞാൻ പറയാം. I want you to tell me what is your worries. Your worries are not your worries now. They are our worries. ഇത്രയും ഇംഗ്ലീഷ് ഡയലോഗ് വേണ്ട. അവിടെ ഇവിടെ ആയിട്ട് പുട്ടിന് പീരിയിടുന്ന പോലെ അങ്ങിങ്ങായിട്ടുള്ള ഇംഗ്ലീഷ് മതി. ഇത് ഒരു കണ്ണിങ് മൊത്തം ഇംഗ്ലീഷ് ഡയലോഗ് വെച്ചാൽ ഞാൻ എങ്ങനെ പറയും? സാറേ അതല്ലേ ഞാൻ പറഞ്ഞു. സാറ് വേറെ ഒന്നുമല്ല, നിനക്ക് എന്താണ് ദുഃഖം എന്ന് എന്നോട് പറയാം. ഇത് ഇനി മുതൽ നിന്റെ ദുഃഖം നിനക്ക് മാത്രമുള്ളതല്ല, അത് എന്റെയും കൂടെ ദുഃഖമാണ്. അതാണ് അതിന്റെ അർത്ഥം. അത് പറഞ്ഞാൽ മതിയല്ലോ. സാർ ഇത്ര പറഞ്ഞപ്പോ തന്നെ ആകെ മൊത്തം വേർത്തു. ഒരു കാര്യം ചെയ്യും സാറേ, എന്തോ ഒരു ടെൻഷനാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്നെ കൊച്ചാക്കാണ്, എന്റെ പണം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാറ് അവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. സാറ് സീരിയലിനെ കുറിച്ച് മാത്രം സാറ് ടെൻഷൻ അടിക്കണ്ട. ഇത് ചെല്ലുമ്പോഴത്തേക്ക് നേരം വെളുക്കും. പോട്ട് ചെല്ലും. എന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ആഡംബരം മൊത്തം, മനസ്സിലായ? കണ്ടുപിടിക്കട്ടെ, ചില ആൾക്കാർക്ക് ഇത് കാണട്ടെ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഒപ്പണം കേട്ടോ. ഇപ്പൊ പെൺകുട്ടി നിൽക്കുന്നു. ഈ സമയത്ത് സാറിന്റെ പ്രണയം പറയാൻ പോകുന്നു. എന്നിട്ട് അവളുടെ തോളത്തെ കൈവച്ചിട്ട് അവളെ കയറി പിടിക്കുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് പഞ്ച്. എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. എനിക്ക് പോവാൻ സമയമായി, ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണോ? എന്നെ തല്ലുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് കൈയടിക്കുകയാണോ? അവനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അതായത് ഈ വേലക്കാരനും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രേമമാണല്ലോ. അവർ തമ്മിലാണോ പ്രേമം? അതെ. അപ്പൊ ഞാൻ കാശ് കൊടുക്കുന്നത് എന്തിനാണ്? സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇടോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കാണ് ഇതിനകത്ത് ബൂസ്റ്റപ്പ് വേണ്ടത്. സാറേ അതായത് ഇതിപ്പോ ഇവര് തമ്മിൽ പ്രേമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മുതലാളി ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇഷ്ടമല്ല. സാറിനെ കാണുന്നത് ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ്. ഇപ്പോഴാണ് കറക്റ്റ് ക്യാരക്ടർ കിട്ടിയത്. അത് ശ്രദ്ധിക്കണ്ട. കാര്യം സാറിനോട് വെറുപ്പാണ്. അപ്പൊ സാറിന് പ്രണയമൊന്നുമില്ല. സാർ ഇതൊക്കെ കണ്ടു നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അപ്പൊ എന്റെ പൈസ പോകുന്നത് മാത്രം മിച്ചം. ഇല്ല, അതുകൊണ്ടാണല്ലോ സാറേ ഞാൻ ആദ്യം പറഞ്ഞ വേലക്കാരന്റെ വേഷം ചെയ്യാൻ. സാറല്ലേ വേണ്ടെന്ന് പറഞ്ഞ മുതലാളി കയറി ഏറ്റത്. അപ്പൊ വേലക്കാരന്റെ വേഷം ചെയ്താൽ മതിയായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രണയ സീന് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഓർമ്മയിലേക്ക് പോകുന്ന സീനാണ്. അപ്പൊ അതെടുക്കാം കേട്ടോ. അന്നോളൂ സാറൊന്ന് മാറിയിരിക്കും. സാർ ഇനി സാറിന്റെ ആവശ്യമില്ല. സാർ ഒന്ന് സൈഡിലേക്ക് മാറിയിരിക്കും പ്ലീസ്. അവർ തമ്മിലുള്ള പ്രേമമാണ്. ഒന്ന് മാറിയിരിക്കും. റെഡി അല്ലേ? മ്യൂസിക് Monica Bellucci இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு Monica Bellucci எதுட்டா எனர்ஜி தலைய சுத்த வைக்கும் சூறாவளி பொண்ணாச்சு பட்டன்னு பார்த்தாலே பல்ஸ் தும்பாடி கொட்டுபா மீனெல்லாம் கூத்தாடுமே இரவ கலராக்கும் ஜலேபி லேடி சால்ட்டும் நான் தொட்டா ஸ்வீட் ஆகுமே അത് മതിയായിരുന്നു. ഞാൻ ആദ്യമേ സാറിനോട് പറഞ്ഞില്ല. അതല്ലേ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്ന. സാറല്ലേ പറഞ്ഞത് ഇത് മതി എന്ന് പറഞ്ഞ് സാറ് കയറി ഏറ്റതല്ലേ മുതലാളി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സാറ് കയറി ഏറ്റതുകൊണ്ടല്ലേ. ഇപ്പൊ മുതലാളി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ. ഞാൻ വേറെ എന്തെങ്കിലും സംഭവം ചെയ്തു തരാം. ഇനി അടുത്ത സാർ ഉഗ്രനായിരുന്നു. ഇനി അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നായികയായിട്ട് നടക്കുന്ന സീനാണ്. ഇത് തടയുന്ന മുതലാളി.
എന്നിട്ട് അതിന്റെ ബാക്കി ഡയലോഗ് ഞാൻ പറഞ്ഞു അതാ വേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ കൊള്ളാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. നടന്നു നോക്കിയോ? വരൂ നമുക്ക് പോകാം. തൊട്ടുപോകരുത് അവളെ, തൊട്ടുപോകരുത് അവളെ. ഞാനും തൊടും. അതല്ല പറയണ്ട സാറേ, നിന്റെ കൈകൾ ഞാൻ വെട്ടും. നിന്റെ കൈകൾ ഞാൻ വെട്ടും. നീയോ? ഓടിയുടെ നീ വെട്ടുമല്ലേ എന്റെ പെണ്ണിനെ? നീ വെട്ടും. നിനക്കെന്താ പ്രാന്താണ്? എന്നെ തള്ളിക്കൊല്ലുക. സൂപ്പർ സൂപ്പർ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ കാര്യം കഥാപാത്രമായി കഴിഞ്ഞ് പിന്നെ ഇറങ്ങാൻ ഭയങ്കര താമസം. വെരി ഗുഡ്, വെരി ഗുഡ്. അവനെ അടിച്ചെന്റെ പിണ്ട ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല സാർ, അതാണ് എന്റെ ഒരു കഥാപാത്രത്തിന്റെ ഒരു ശൈലിയാണ് സാർ. എന്തൊരു കഥയാണോ താൻ എഴുതിക്കൊണ്ട് വന്നത്? ഇനിയിപ്പോ സാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് അവന്റെ കാലുകൾ വീണ് കരഞ്ഞുകൊണ്ട് അയ്യോ എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലരുതേ, നിന്റെ കാലുകൾ ഞാൻ പിടിക്കാം. അങ്ങനെ സാർ കാലിലേക്ക് വീഴുന്നു. ഞാൻ അവന്റെ കാല് പിടിക്കാൻ? അതെ, അതെ. ഞാൻ കൊള്ളാം. ഇത് നിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ? അല്ല പിന്നെ അവന് പ്രേമിക്കാൻ പെണ്ണ്, അവന് എന്നെ തല്ലുന്നു, അവന്റെ കാല് ഞാൻ പിടിക്കണം. പിന്നെ നീ ഇങ്ങനെയുള്ള ക്യാരക്ടർ അവന് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താടാ? സാറേ, ഇത് വേലക്കാരനുള്ള സാറിന് വേണ്ടി ഞാൻ ഈ വേലക്കാരെ എഴുതിച്ചപ്പോ സാറല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല, ഞാൻ വേലക്കാരൻ ചെയ്തോളാം. അതിനിപ്പോ എങ്ങനെ വേലക്കാരെ ശരിയാവും? മാറ്റേ ഞാനല്ലേ പൈസ മുടക്കുന്നത്. സാറേ, ഇതുവരെ ഷൂട്ട് ചെയ്തില്ലേ? സാരമില്ല, ഞാൻ റീഷൂട്ട് ചെയ്തോളാം. ഒന്നുകൂടെ റീഷൂട്ട് തുടങ്ങണം. ഒന്നും തുടങ്ങണം. എനിക്കിത് പറ്റൂല സാർ. എനിക്ക് ഇദ്ദേഹത്തിനോട് ഈ സെയിം സീൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എന്നെ കൂടെ പറ്റില്ല. അത് മനസ്സിലാണ് സാർ, പ്ലീസ്. അല്ല, ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? എനിക്ക് പ്രായമുണ്ട് സാർ. എന്റെ പപ്പയുടെ പ്രായമുണ്ട്. അവരെ പറഞ്ഞു വിടറ. അവരെ പറഞ്ഞു വിട. പറഞ്ഞിട്ട് വേറെ നായികയില്ല. പറഞ്ഞു വിട്ട പേര് നമ്മൾ ഒരെണ്ണം പോയി നമ്മൾ ഒമ്പതെണ്ണത്തിനെ കൊണ്ടുവരും. സാർ എനിക്കറിയാൻ പോവാൻ. നമുക്ക് വേറെ സാറേ, അയാൾക്ക് പറ്റിയ ഒരു നായികനെ എനിക്കറിയാം. ആരാണ്? 40-45 വയസ്സുണ്ട്, എന്റെ കുഞ്ഞമ്മയാ. ഞാൻ പറയാം, ഇത് എനിക്ക് വേറെ വർക്കുള്ളതാ. ചുമ്മാ നമ്മൾ ഈ ക്യാമറ കൊണ്ട് നമ്മളെ ചുമ്മാ നാണം കെടുത്തത്. ഇത് വർക്കല്ലേടോ? പുളുങ്കുരുവാണോ തരുന്നത്? എന്താ പുളുങ്കുരു? എന്താ പുളുങ്കുരു? നാണൊരു ഈ ഏർപ്പാട് ശരിയാവത്തില്ല. ഈ ലൊക്കേഷൻ ഞാനില്ല. മേലെ തന്നെ ഇപ്പൊ എനിക്ക് വിളിക്കുന്നത് ഈ ക്യാമറ. വേറെ എത്ര വർക്ക് ഞാൻ വരുന്നറിയോ? എനിക്ക് പൊയ്ക്കോളൂ. അവരെയൊക്കെ പറഞ്ഞു വിടണം. അവരെയൊക്കെ പറഞ്ഞു വിടാ. അവരൊക്കെ പറഞ്ഞു വിട്. നമുക്ക് വേറെ ആളിനെ പൊക്കാം. നല്ല കിഡ്സും ചെമുകളും സാറുണ്ടല്ലോ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പോകുന്നത് നേരെ പോകുന്നത്. ഞാൻ എന്റെ വഴിക്ക് പോവാ, എനിക്ക് വേറെ വർക്കുണ്ടെന്നേ. അതൊന്നും പ്രശ്നമില്ലത്. പോകുന്നവനൊക്കെ പോട്ടെ. നമ്മുടെ കാശുള്ളെങ്കിൽ നമുക്ക് ആരെയാ വിളിച്ചാ കിട്ടാത്തത്? ഞാനും പോണം. ഞാൻ വായിച്ചു നോക്കാം. ഞാനും പോണം. നിങ്ങൾ വന്നിട്ട് എല്ലാവരും മടങ്ങി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കണം. എനിക്ക് നാളെ വീണ്ടും ആ ഫീൽഡിൽ പോകാനുള്ളതാണ്. നിങ്ങളുടെ ഈ പേക്കൂത്ത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല സാറേ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞു. ഞാനെന്ത് ചെയ്യണം? എനിക്കൊന്നും കേൾക്കണ്ട. ഇടാ, ഇതൊന്ന് കേക്ക്. അപ്പൊ എല്ലാവരും പോവാണ് വിട്ടേച്ച്. പൊക്കോടാ, എല്ലാവരും പൊക്കോ. അപ്പൊ ഞാൻ എന്റെ ഈ വീട് പണയം വെച്ച് മുടക്കിയ എന്റെ 25 ലക്ഷം രൂപ അറിയാൻ പാടില്ലാത്ത പണിക്ക് പോയാലേ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ 25 ലക്ഷം ഗോവിന്ദ. ടച്ചപ്പ് ഒന്നും ഇല്ല. ഇനി പറയാൻ ഒറ്റ ഒരു ഡയലോഗേ ഉള്ളൂ. പാക്കപ്പ്.